കഴിഞ്ഞ ദിവസമാണ് മഴയിൽ അയൽ വീട്ടിലെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണ് ആലപ്പുഴ ആറാട്ട് വഴിയിൽ 14 വയസ്സുകാരനായ അൽ ഫയാസ് മരിച്ചത്. 5 അടി പൊക്കമുള്ള മതിലിന്റെ വലിയ സിമന്റ് കട്ടകളും കമ്പിയും കുട്ടിയുടെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു. ഇന്നലെ ആയിരുന്നു അപകടം. അലി ഹസീന ദമ്പതികളുടെ ഏക മകൻ അൽ ഫയാസ് ആയിരുന്നു മരിച്ചത്. ഏറെ പരിശ്രമിച്ച് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ. അതിനുശേഷം സ്കൂളിൽ പൊതുദർശനത്തിനും വയ്ക്കും. ഇവര് 5 പിള്ളേർ കയറുന്നതേ രാവിലെ 8:50 ആകുമ്പോൾ സ്കൂളിന്റെ ഇവിടെ പള്ളിയുടെ വായിക്ക് വരും. ഒരു കുസൃതി അലമ്പൊന്നുമില്ലാത്ത നല്ലൊരു പയ്യനാണ്. വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഈ സംഭവം നടന്നിട്ട് ആംബുലൻസ് അങ്ങോട്ട് പോകുന്നത്. അതിനെ പാഞ്ഞു പിടിച്ച് പോകുന്നു. അപ്പോൾ ഈ ഇരുട്ടിവിടെ വെളിച്ചമൊന്നുമില്ല. അതല്ല ഈ നടന്നു വരുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ കാണയൊക്കെ പോയി കിടക്കുന്ന ആകെ പ്രശ്നം. അതുകൊണ്ട് ഞാൻ അത് ഈ നാട്ടുകാരൊന്ന് ശ്രദ്ധിച്ച് ഇത് ഉത്തരവാദിത്തപ്പെട്ടവർ അധികാരികളെ ബോധ്യപ്പെടുത്തി ചെയ്യേണ്ട കാര്യം. കാര്യം ഇത്തരം മതിലുകൾ നേരത്തെ മുതൽ ഇങ്ങനെ ഈ പൊളിഞ്ഞൊക്കെ നിൽക്കുന്ന മതിലുകൾ വീട്ടുകാർ അതിനകത്ത് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നാട്ടുകാരെല്ലാം കൊണ്ട് മുൻകൈ എടുത്ത് ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ബോധ്യപ്പെടുത്തി അത് പൊളിച്ചു മാറ്റുകയൊക്കെ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം. കാര്യം നമ്മൾ പലപ്പോഴും ഇത്തരം ആക്സിഡന്റുകൾ അപകടങ്ങൾ ഉണ്ടായതിനു ശേഷം അതിനെക്കുറിച്ച് വിജിലന്റായിട്ട് അഭിപ്രായം പറയുന്നവരാ. ഇത്തരം കാര്യങ്ങൾ ഇതുപോലെ ചെറിയ ഇടവഴികളിലും മറ്റുമൊക്കെ ഉള്ളവരുടെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാലേക്കൂട്ടി കണ്ട് അതൊക്കെ പൊളിച്ചു നീക്കിയിട്ട് എന്തെങ്കിലും ബദൽ സംവിധാനം ഉണ്ടാക്കി ഈ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഈ കാര്യങ്ങൾ നീക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ വെളിച്ചം പോലും ഇല്ലാതെ ആകെ ഈ ഒന്നാമത് മഴയുള്ള സമയത്തായിരുന്നു. വെളിച്ചമൊന്നുമില്ല. ആകെ ഈ ഒരു വലിയ ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ്. കാര്യം ഈ ചെറിയ ഇടവഴിയുണ്ട് ഇരുട്ടും. ശരിക്കും കുട്ടി വീണത് അല്ല, അന്നേരത്തേക്ക് ഹോസ്പിറ്റലിൽ അവർ കൊണ്ടുപോയിരിക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഓടി വരുന്നത്. അത് ആളുകളൊക്കെ കൂടി ഇപ്പോൾ ഉണ്ട്. ഇത് ഒരു വെളിച്ചം പോലും ഇല്ലാത്തൊരു പ്രദേശം. നമ്മളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പരിസരത്തുള്ള ആളുകളെങ്കിലും ഒരു ബൾബൊക്കെ പുറത്തോട്ടിട്ട് ഒന്ന് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരു വിഷയം ഉണ്ടാകത്തില്ല. ഇപ്പോൾ ശരണ്യ സ്നേഹജനുണ്ട്. ശരണ്യ, ഏറെ ദാരുണമായ സംഭവമാണ്. നാട്ടുകാർ പോലും വലിയ ദുഃഖത്തോടെയാണ് പ്രതികരിക്കുന്നത്. ഈ മതിൽ, അപകടമുണ്ടാക്കിയ മതിൽ തകർന്നിരിക്കുന്നതായിരുന്നോ അതോ പുതിയ മതിൽ അങ്ങനെയാണോ? പാർവതി, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആ പ്രദേശത്തുള്ള മതിലുകളൊക്കെ തന്നെ, അതായത് ഈ കുഞ്ഞു കടന്നുപോയ വഴിയിലെ മതിൽ ഇപ്പോഴും ഒരു ഭാഗം വീണ്ടു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ താൽക്കാലികമായി പോലീസ് അപകടം നടന്ന സ്പോട്ട് മാർക്ക് ചെയ്ത് അവര് അങ്ങോട്ട് ആളുകൾ കയറുന്നത് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ വീടുകളിലേക്ക് കടന്നു പോകാൻ, ഈ മരിച്ച കുഞ്ഞിന്റെ വീട്ടിലൊക്കെ ഉൾപ്പെടെ കടന്നു പോകാനുള്ള ആ വഴിയിലെ മതിലുകൾ അപകടാവസ്ഥയിലാണ്. മാത്രമല്ല ഇന്നലെ രാത്രി ഈ അപകടം നടന്ന സ്ഥലത്ത് ഇത്രയും കനത്ത മഴയും പ്രശ്നങ്ങളും ഒക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും അവിടെ ഒരു തെരുവ് വെളിച്ചമോ ഒരു സംവിധാനമോ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ആ വീട്ടിലേക്ക് രാവിലെ കടന്നു പോകുമ്പോൾ തന്നെ ആ വഴിയിലേക്ക് കടക്കുമ്പോൾ ആ 9ാം വാർഡ് എന്നാണ് പറയുന്നത്, ആലപ്പുഴ നഗരസഭയുടെ, അങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ ആ വഴിയിൽ മുഴുവൻ കെട്ടിയത് മുഴുവൻ പൊട്ടിക്കിടക്കുകയാണ്. അത്ര അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് ആ റോഡ് എന്ന് പറയുന്നത്. അത്ര മോശമാണ്. ആ ഒരു ടൈൽ വിരിച്ച റോഡാണ്. പക്ഷേ അത് അത്ര മോശമായി കിടക്കുന്ന ആ ഒരു വഴിയിലൂടെയാണ് ആ കുട്ടി ഇന്നലെ രാത്രി പോയത് എന്നുള്ളതാണ്. എന്തായാലും ആ കുഞ്ഞിനെ ആക്കി മറ്റു 2 വേറെ കുട്ടികൾ കൂടി അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു, ഫയാസിനൊപ്പം. അവനെ ആക്കി തിരിച്ച് അവർ പോയി കഴിയുന്നതിനിടയിലാണ് ആ ഇടവഴിയിലേക്ക് കയറുന്ന ഇടത്ത് വെച്ച് പിരിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ നല്ല മഴയുണ്ടായിരുന്നു, ഇരുട്ടായിരുന്നു. ഈ അപകടം നടന്ന സമയത്ത് പോലും അത് കാര്യമായി കുഞ്ഞ് അതിന്റെ അടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും പെട്ടെന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നമുക്ക് 5 അടി ഹൈറ്റ് ആ മതിലിനുണ്ട്. ആ ചുറ്റുമതിൽ അത്രയും ഭാഗം ഒരു വലിയ പാളിയായി തന്നെ അങ്ങ് അടർന്ന് വീണ് കിടക്കുകയായിരുന്നു. കുഞ്ഞ് അതിനടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് രക്ഷകർത്താക്കൾ, ആ കുട്ടിയുടെ അച്ഛൻ ഉൾപ്പെടെ വന്ന് ആണ് കുട്ടിയെ എടുത്തത് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനം നടത്തി നാട്ടുകാർ നമ്മളോട് വ്യക്തമാക്കുന്നത്. അവിടുത്തെ ആ വഴിയുടെ ശോചനീയാവസ്ഥയെക്കുറിച്ചും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വലിയൊരു അപകടം വന്നതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങളിലകത്ത് നടപടിയെടുക്കുന്നത് ശരിയായ രീതിയല്ല എന്നുള്ളത് തന്നെയാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. ഇനിയും ആ വഴിയിലേക്ക്, ആ ഇടവഴിയിൽ അപകടകരമായ സാഹചര്യത്തിൽ ധാരാളം മതിലുകൾ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കുഞ്ഞുങ്ങൾ ഈ മഴക്കാലത്ത് സ്കൂളുകളിലേക്ക് ഒക്കെ പോകുന്ന ഒരു അവസ്ഥയിലുള്ള വഴിയാണ് ഇത്രയും ശോചനീയമായ സാഹചര്യത്തിൽ ഉള്ളത്. എന്തായാലും ആ കുടുംബത്തിന്, അതായത് ഹസീന, ഒപ്പം തന്നെ ഏക മകനാണ്. എങ്ങനെ സഹിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്ര അവരുടെ ജീവിതത്തിന്റെ ആകെ പ്രതീക്ഷയായിരുന്ന ഒരു കുഞ്ഞ്, അലി ഹസീന ദമ്പതികളുടെ ഏക മകൻ. ഒറ്റമുറി വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അവരുടെ ജീവിത സാഹചര്യം അതാണ്. അവർക്കാണ് ഒരു കുഞ്ഞിനെ നഷ്ടമായിട്ടുള്ളത് എന്നുള്ളതാണ്. അവരുടെ വീട്ടിലുണ്ടായിരുന്ന ആകെയുള്ള കുട്ടിയാണ് ഈ 14 വയസ്സുകാരനായ കുഞ്ഞ്.
എന്തായാലും അതീവ ദുഃഖം. നമ്മളോട് സംസാരിച്ചത് ആ കുട്ടിയുടെ സ്കൂളിലെ ജീവനക്കാരനും ഒപ്പം തന്നെ ആ വീടിനടുത്തുള്ള ആളുകളും ഒക്കെയാണ് നമ്മളോട് സംസാരിച്ചത്. അവർക്കൊക്കെ ഇത് താങ്ങാൻ കഴിയുന്നില്ല. ഉറപ്പായും ആ രക്ഷകർത്താക്കളുടെ വേദന എന്താണ് എന്നുള്ളത് നമുക്കും നമ്മുടെ വാക്കുകൾക്ക് പറയാവുന്നതിനും അപ്പുറമാണ്. അവൻ ഈ സ്കൂളുകളിലേക്ക് പാഠപുസ്തകങ്ങളുമായി പോയ കുട്ടിയാണ്. വൈകിട്ട് അപ്രതീക്ഷിതമായി അവന്റെ മരണം അവനെ തട്ടിയെടുത്തത്. അല്പസമയത്തിനകം, അതായത് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച് കുഞ്ഞിന്റെ മൃതദേഹം ലജനത്ത് സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നത്. അവന്റെ സഹപാഠികൾക്കും മറ്റുള്ളവർക്കും കാണുന്നതിനായി ആ സ്കൂളിലേക്ക് എത്തിക്കും. അതിനുശേഷമാണ് വീട്ടിലേക്ക് എത്തിക്കുക. നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പോഴും അലമുറിയിട്ട് കരയുന്ന അമ്മ ആ വീടിനകത്തുണ്ട്. അവർക്ക് സഹിക്കാൻ കഴിയാവുന്നതിനും അപ്പുറമാണ് ഈ വേദന. പാർവതി. അതെ, വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയുന്നതിനും അപ്പുറമാണ് ആ കുഞ്ഞ് നഷ്ടമായ വേദന കുടുംബത്തിന് വിവരങ്ങൾ നൽകുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജനാണ് ഇപ്പോൾ